ഈസി ലേണിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് പബ്ലിക് എക്സാമിൻ്റെ മോഡലാണ്, 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ഇത് കറക്റ്റായിട്ടൊന്ന് പഠിച്ചെടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ ഞാൻ കുറച്ച് മിസ്സിങ് ആയിട്ടുള്ള ലെറ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മിസ്സിങ് ഏതാണെന്ന് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് GREN, ഒരു കളറാണ്. അപ്പോൾ അതിൽ ഏത് ലെറ്ററാണ് മിസ്സിങ് ആയത്? OAEI. ഏതാണ്? ആണല്ലേ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച. അപ്പോൾ ഇവിടെ E എന്ന ലെറ്ററാണ് എഴുതുക. നെക്സ്റ്റ് YEL-OW. അപ്പോൾ അവിടെ ഏതാണ് ലെറ്ററാണ് മിസ്സിങ് ആയിട്ടുള്ളത്? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാണ് അല്ലേ മിസ്സിങ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എൽ എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ എന്താ വായിക്കുക? യെല്ലോ എന്ന് പറഞ്ഞാൽ മഞ്ഞ. നെക്സ്റ്റ്, ഐ ആം ദ ബിഗ്ഗസ്റ്റ് ബേർഡ്, ഐ ക്യാൻ റൺ ഫാസ്റ്റ്. ഞാൻ ബിഗ്ഗസ്റ്റ് ബേർഡാണ്. ബിഗ്ഗസ്റ്റ് ബേർഡ് പറഞ്ഞാൽ വലിയ പക്ഷിയാണ്. ഐ ക്യാൻ റൺ ഫാസ്റ്റ്, എനിക്ക് എന്തിനാ കഴിയുക? വേഗത്തിൽ ഓടാൻ കഴിയുമല്ലേ. അപ്പോൾ ഏതാ നോക്കാം. പീക്കോക്ക്, ഈഗിള്, ഓസ്ട്രിച്ച്. ഏതായിരിക്കും? ഓസ്ട്രിച്ച് ആണല്ലേ. നെക്സ്റ്റ് എന്താണ്? ഐ ആം ബ്ലാക്ക്, ഐ ക്ലീൻ സറൗണ്ടിങ്. ഞാൻ ഏത് നിറാണ്? ബ്ലാക്ക് നിറാണല്ലേ, കറുപ്പ് നിറാണ്. പിന്നെ എന്താ ചെയ്യുക? ക്ലീൻ സറൗണ്ടിങ്, അപ്പം ചുറ്റുപാടൊക്കെ ക്ലീനാക്കും. അങ്ങനത്തെ ഒരു പക്ഷി ഉണ്ടല്ലേ. നമ്മൾ വീടിൻ്റെ പരിസരത്തും ഒക്കെ നമ്മൾ വേസ്റ്റ് ഇട്ടാൽ ആ വേസ്റ്റുകളൊക്കെ ഭക്ഷിച്ച് നമ്മളെ വേസ്റ്റൊക്കെ തിന്നേണ്ട ഒരു ബേർഡ് ഉണ്ട്. അത് ഏതാണ്? ക്രോ ആണല്ലേ. ക്രോൻ്റെ കളറ് ബ്ലാക്ക്. അപ്പം അതിലേതാണ് ക്രോ? CROW, ക്രോ. നെക്സ്റ്റ് എന്താണ്? ഐ ആം എ പെറ്റ്, ഐ ക്യാൻ സ്പീക്ക്. ഞാനൊരു പെറ്റാണ്. ഐ ക്യാൻ സ്പീക്ക്, എനിക്ക് എന്തിനാ കഴിയുക? സംസാരിക്കാൻ കഴിയും. അതേതാണ് ഇതിൽ? നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ വളർത്തുന്ന ഒരു സംസാരിക്കുന്ന ഒരു വസ്തു. അതെന്താ നോക്കാം. സ്പാരോ ആണോ, ലവ് ബേർഡ്സ് ആണോ, പാരറ്റ് ആണോ? ഏതായിരിക്കും ആൻസർ? സംസാരിക്കുന്നത് പാരറ്റ് ആണല്ലേ. പാരറ്റിൻ്റെ സ്പെല്ലിങ് എന്താണ്? PARROT, തത്തയാണല്ലേ സംസാരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഓപ്ഷൻസ് തരും, നിങ്ങളതൊരു സെൻറ്റൻസ് മുഴുവനാക്കാൻ നോക്കുക. ഇന്നെ, ഓണ്, അണ്ടർ. അപ്പോൾ നമ്മളിതിൻ്റെ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻ, ഓൺ, അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയാം. ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, അണ്ടർ താഴെ, ഓൺ മുകളിൽ. അപ്പോൾ ഞാനിവിടെ ഒരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിസ്സിങ് ആയിട്ടുള്ളിടത്ത് നിങ്ങളിവിടെ എന്തെഴുതി കൊടുക്കണം? ആ പിക്ചറിൽ അതെവിടെയാണോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുകളിലാണെങ്കിൽ ഓണ്, താഴെയാണെങ്കിൽ അണ്ടർ, ഉള്ളിലാണെങ്കിൽ ഇൻ. അപ്പം നിങ്ങൾ പിക്ചറിൽ നോക്കിയിട്ട് അതിന് അനുയോജ്യം. അപ്പം ഞാൻ വായിക്കാൻ പോകണേ. ദ ക്യാറ്റ് ഈസ് ഡാഷ് ദ ട്രീ. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ തന്നിട്ടുണ്ട് ഒരു ക്യാറ്റ് എവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പിക്ചറിൽ നോക്കൂ, ഒരു ട്രീ ഉണ്ട് അല്ലേ. അപ്പോൾ ട്രീൻ്റെ താഴെയാണ്. താഴെ എന്നുള്ളതിന് എന്താണ്? അണ്ടർ എന്നാണ് എഴുതുക. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എഴുതാം, അണ്ടർ. ഇനി നെക്സ്റ്റ് നോക്കൂ. ദ ഡോഗ് ഈസ് ഡാഷ് ദ ടേബിൾ. അപ്പോൾ ഈ ഡോഗ് എവിടെയാണ് കിടക്കുന്നത്? ഒരു ടേബിളിൻ്റെ മുകളിലാണല്ലേ. അപ്പോൾ മുകളിൽ എന്നുള്ളതിന് നമ്മൾ എന്താണ് പഠിച്ചിരുന്നത്? ഓണാണ്. അപ്പോൾ ദ ഡോഗ് ഈസ് ഓൺ ദ ടേബിൾ. നെക്സ്റ്റ് നോക്കൂ. ദ ക്യാറ്റ് ഈസ് ഡാഷ് ദ ബോക്സ്. അപ്പോൾ ഇവിടെ ക്യാറ്റ് എവിടെയാണ്? ഒരു ബോക്സിനുള്ളിലാണല്ലേ. നമ്മൾ പഠിച്ചിരുന്നത് എന്തായിരുന്നു? ഉള്ളിൽ എന്നുള്ളതിന് ഇന്നാണ്. അപ്പോൾ അവിടെ എന്താ എഴുതുക? ദ ക്യാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. നമുക്ക് ദിസും ദാറ്റും പഠിക്കാം. ഡാഷ് ഈസ് ആൻ ആപ്പിൾ. അപ്പോൾ ഇവിടെ ആപ്പിൾ അടുത്തായിട്ടാണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത് എന്നുള്ളതിന് ദിസും, കുറച്ച് ഇത് എന്നുള്ളതിന് ദിസ്,
അത് എന്നുള്ളതിന് ദാറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പിക്ചർ എങ്ങനെ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഡാഷ് ഈസ് ആൻ ആപ്പിൾ. ഇവിടെ എന്താണ് ചേർക്കേണ്ടത്? ദാറ്റാണോ ദിസ്സാണോ? ദിസ്സാണല്ലേ. അപ്പോൾ ഇവിടെ ദിസ് എന്നെഴുതാം. ഇനി അടുത്ത് നോക്കൂ. ഡാഷ് ഈസ് എ ബാഗ്. ഇവിടെ എന്താ കൊടുക്കുക? ദിസ്. ഇതൊരു ബാഗാവുന്നു. ഇനി നെക്സ്റ്റ് നോക്കൂ. ഡാഷ് ഈസ് എ ഡക്ക്. ഇവിടെ ദാറ്റാണോ ദിസ്സാണോ? ഇവിടെ ദാറ്റാണ് എഴുതുക. ദാറ്റ് ഈസ് എ ഡക്ക്. അതൊരു ഡക്കാകുന്നു. ഇനി അടുത്തത് ഡാഷ് ഈസ് എ ഗേൾ. ഇതൊരു പെൺകുട്ടിയാകുന്നു. ഇതെങ്ങനെ എഴുതുക? ഇങ്ങനെ എഴുതുക. ദിസ് ഈസ് എ ഗേൾ. ഇനി അടുത്തത് ഡാഷ് ഈസ് എ ബോയ്. അവിടെ ദാറ്റാണോ ദിസ്സാണോ? അതൊരു ആൺകുട്ടിയാകുന്നു എന്നാണല്ലേ. അപ്പം ദാറ്റ്. അപ്പം ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങളിതെല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.